നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ എപ്പോഴും ഒരു സോഷ്യൽ ആനിമലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരിയർ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ അറിയണം. അതായത് നമ്മൾ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം. പ്രത്യേകിച്ചും കോർപ്പറേറ്റ് ഫീൽഡിൽ വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ടീമിന് നമ്മൾ അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നാളെ ഒരു ടീം ലീഡർ ആവാനോ അല്ലെങ്കിൽ ഒരു ബോസ് ആവാനോ സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ടീം മെമ്പർ ആവുക, എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു 5 ടിപ്സിൽ നമ്മൾ പറയുന്നത്. നമ്മൾ കോർപ്പറേറ്റ് ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസിനെ പറ്റി അവെയർ ആക്കുകയും അതേപോലെ തന്നെ ആ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ 5 ടിപ്പിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു പോകുന്ന ഒരു പ്രോഗ്രാമാണ് സിംപ്ലിഫൈ. ഏതൊരു ടീമിനും ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരിടത്തും ഒന്നിലധികം ആൾക്കാർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ടീം മെമ്പർ ആവാൻ അല്ലെങ്കിൽ നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആദ്യം വേണ്ട റാഡിക്കൽ ലിസണിംഗ് ആണ്. എന്താണ് റാഡിക്കൽ ലിസണിംഗ്? അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടിരിക്കുകയും അതുപോലെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ഇൻറ്ററപ്റ്റ് ചെയ്യാതെ സമാധാനപരമായി കേട്ടിരിക്കുകയും ചെയ്യുന്നതിനാണ് റാഡിക്കൽ ലിസണിംഗ് എന്ന് പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പക്ഷെ നമ്മൾ ജഡ്ജ്മെന്റിലാവോ ബയസ്ഡ് ആവോ ചെയ്യാതെ അവർ സമാധാനമായി അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്നതിനാണ് റാഡിക്കൽ ലിസണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല ടീം മെമ്പർ ആവാനോ അല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായി നല്ലൊരു ടീം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദ ടിപ്പ് നമ്പർ 1 is to be a good radical listener. നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിനെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റും ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവിടെയാണ് നമ്മുടെ ടിപ്പ് നമ്പർ 2 വരുന്നത്. അതായത് ടു ബി എ ഗുഡ് ടീം മെമ്പർ യു ഷുഡ് ബി എ ഗുഡ് അൺബയസ്ഡ് കമ്മ്യൂണിക്കേറ്റർ. അൺബയസ്ഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലോജിക്കലായിട്ട് മാത്രം എടുക്കുക, ഇമോഷണലായിട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ ജഡ്ജ്മെൻറ്റിലാവരുത്. ആ ടീമിൽ നമ്മളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർ പറയുന്ന എല്ലാം സമ്മതിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് പോലും കേൾക്കാതെ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ബയസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഒരു നല്ല ടീം മെമ്പർ ഒരിക്കലും ബയസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകരുത്. നമ്മളോട് നമ്മുടെ ടീം മെമ്പേഴ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ റാഡിക്കലായിട്ട് ലിസൺ ചെയ്തു. അതിനുശേഷം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട റെസ്പോൺസ് എല്ലാം നമ്മൾ അൺബയസ്ഡ് ആയിട്ട് റെസ്പോൺസ് കൊടുത്തു. അത് മാത്രം മതിയോ? അപ്പോഴാണ് നമ്മുടെ ടിപ്പ് നമ്പർ 3 വരുന്നത്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലായി കേട്ടതിന് ശേഷം നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്? ലോജിക്കലായിട്ട് റീസൺ ചെയ്ത് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കമ്പനിക്കോ അല്ലെങ്കിൽ നമ്മുടെ ടീമിനോ പ്രയോജനമുള്ള കാര്യങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ അവർ പറയുന്ന റേസ് ചെയ്യുന്ന കൺസേൺസ് എല്ലാം കേട്ടിരിക്കുകയും കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ലോജിക്കൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ്. അതായത് 2 ആൾക്കാർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ 2 ഐഡിയാസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമ്മൾ സമാധാനമായി കേട്ട് മനസ്സിലാക്കി അവിടെ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരികയാണ്, ഒരു പ്രതിവിധി കൊണ്ടുവരികയാണ്. അപ്രിസിയേഷൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരും ഇല്ലല്ലേ? അപ്പോൾ ഒരാൾ ഒരു നല്ല കാര്യം നമ്മുടെ ടീം മെമ്പർ ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ പോലത്തെ തന്നെ നമ്മുടെ ഒരു കൊളീഗ് ആയിക്കോട്ടെ, ആര് തന്നെയായാലും നമ്മളുടെ ഓഫീസിലായാലും പേഴ്സണൽ ലൈഫിലായാലും അവരൊരു നല്ല കാര്യം ചെയ്താൽ ലേൺ ടു അപ്രീഷിയേറ്റ്. നമ്മളെപ്പറ്റി എപ്പോഴും നല്ലതായിട്ട് പറയുന്ന ആൾക്കാരോട് നമുക്കൊരു പ്രത്യേക തരം ഒരു ബോണ്ടാണല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളത് കേൾക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നല്ല ടീം മെമ്പർ ആവണം, നിങ്ങൾക്ക് ഒരു നല്ല ടീം മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ടിപ്പാണ് ടിപ്പ് നമ്പർ 4, അപ്രീഷിയേറ്റ്. അവർ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ടീമിന് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുക. വെറുതെ പുകഴ്ത്തണം എന്നല്ല ഉദ്ദേശിച്ചത്. അവർ ജെനുവിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് നമ്മുടെ ഈഗോ എല്ലാം മാറ്റി വെച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാ ആൾക്കാരും ജോലി ചെയ്യുന്നത് മെയിൻലി നമുക്ക് കരിയർ ഗ്രോത്ത് വേണം, പൈസ ഉണ്ടാക്കണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എത്ര വലിയ ടഫ് ജോലിയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ടീം മെമ്പേഴ്സിനിടയിൽ നിർബന്ധമായും ബ്രേക്ക് കൊണ്ടുവരണം. ഇടയ്ക്കൊരു ബ്രേക്ക്, എല്ലാവരും ചായ കുടിക്കാൻ പോവാം, ചെറിയ ചെറിയ സെലിബ്രേഷൻസ് കൊണ്ടുവരാം. ആൾക്കാരുടെ ബർത്ത്ഡേസ് വരുമ്പോൾ ഒരു ചെറിയൊരു ടീം മീറ്റിംഗ് വെച്ച് എല്ലാവരും ഒരു കേക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പോവുക.
ഇങ്ങനെ അതായത് നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടീം ബിൽഡിംഗ് ഗെയിം വെക്കുക വൺസ് എ മന്ത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി മാത്രമല്ലാതെ അൺഒഫീഷ്യലിയും ഈ ആൾക്കാർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും. അങ്ങനെ ബോണ്ട് വരികയാണെങ്കിൽ നമുക്ക് ആ വർക്ക് പ്ലേസിൽ വീണ്ടും വീണ്ടും വന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒഫീഷ്യലായിട്ട് ഭയങ്കര മസിലൊക്കെ പിടിച്ചിട്ട് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആയിപ്പോകും. പക്ഷെ അതല്ലാതെ ഒഫീഷ്യലായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് കാര്യം ചെയ്യേണ്ട സമയത്ത് സീരിയസ് ആയിട്ട് കാര്യം ചെയ്യുകയും അതല്ലാത്ത സമയത്ത് ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കുകയും അതുപോലെ തന്നെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യും. അവർ ഓരോന്ന് പറയാൻ വരുമ്പോൾ അവരെ ഇൻട്രപ്റ്റ് ചെയ്യാതെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുകയും അതിന് ശേഷം അൺബയസ്ഡ് ആയിട്ട് അവർക്ക് ഉത്തരങ്ങൾ കൊടുക്കുകയും ഒരുമിച്ചിരുന്ന് നമ്മൾ ലോജിക്കലായിട്ട് റീസൺ ചെയ്ത് നമ്മളുടെ ഇഷ്യൂസ് നേർക്ക് നേർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊളിറ്റിക്സ് കളിക്കാതെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതെന്ന് വരുന്ന ഒരു ടീം എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടിപ്പ് നമ്പർ 5 ഈസ് ടേക്ക് എ ബ്രേക്ക്, അൺഒഫീഷ്യൽ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ ആൻഡ് സെലിബ്രേറ്റ് സ്മോൾ മൊമെൻറ്റ്സ്. ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ടീമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളൊരു ടീം മെമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു ബോസ് ആയിക്കോട്ടെ, എന്തായാലും ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി വർക്ക് പ്ലേസ് ആയിരിക്കും നിങ്ങൾ ബിൽഡ് ചെയ്യുക. സോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി വർക്ക് പ്ലേസ് കിട്ടട്ടെ, നിങ്ങളുടെ ടീം വളരെ സപ്പോർട്ടീവ് ആവട്ടെ, ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.